എവ്രിവൺ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പം ഇന്ന് ഞങ്ങൾ കൂർഗിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. സോ നാളെ ഞങ്ങളുടെ ആനിവേഴ്സറിയാണ്, എൻ്റെ അച്ഛൻ്റെ ആനിവേഴ്സറി ആയതുകൊണ്ട് ഞങ്ങൾ കൂർഗ് വഴി നേരെ നമ്മുടെ നാട്ടിലേക്ക് പോകാമെന്ന് അങ്ങോട്ട് വിചാരിച്ചു. സോ വെൽക്കം ടു ദ വീഡിയോ. ഇഡ്ലി വട വേണം, ഒരു പ്ലേറ്റ് തട്ടയിച്ച്. അപ്പോൾ നമ്മളിവിടെ ഒരു ഹോട്ടലിൽ നിന്ന് ഫുഡ് കഴിച്ചു, ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. അപ്പോൾ ഇനിയിപ്പോൾ നേരെ കൂർഗിലേക്ക് വെച്ച് പിടിക്കുകയാണ് ഞങ്ങൾ. ഇവിടുന്ന് ഇപ്പോൾ തട്ട ഇഡ്ഡലിയൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. ഒരു സാധാ ഹോട്ടല്, വലിയ കുഴപ്പമില്ല, അഡ്ജസ്റ്റ് ചെയ്ത് കഴിക്കാം, അത്രേ ഉള്ളൂ. ഒരു കോഫിയൊക്കെ കുടിച്ച് നേരെ ഇനി കൂർഗിലേക്ക് പോവാണ്. അത് ഞങ്ങളൊരു ബ്രേക്ക് എടുക്കാമെന്ന് വിചാരിച്ചു. കുറച്ച് ഇളനീരൊക്കെ കുടിച്ചിട്ട് ട്രാവൽ കണ്ടിന്യൂ ചെയ്യാമെന്ന് അങ്ങോട്ട് വിചാരിച്ചു. നല്ല കരിമ്പിൻ്റെ തോട്ടത്തിൻ്റെ നടുവിലല്ല, അപ്പുറത്തും കരിമ്പ് തന്നെയാണ്. എന്തെങ്കിലും പറയാനുണ്ടോ? കർണാടകയിലെ പച്ചപ്പും ഹരിതാബയും. പൈസ കൊടുത്തോ? തീവേളകൾ ആനന്ദകരമാക്കാൻ കുർക്കുറെ ബ്രേക്ക് അത്യാവശ്യം വേണം. ഞങ്ങളിപ്പോൾ കൂർഗ് എത്തി. ഇനി ഒരു 15 മിനിറ്റും കൂടി മാക്സിമം ഉള്ളൂ നമ്മുടെ ഹോട്ടലല്ലോ കോട്ടേജിലേക്ക്. അപ്പം ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു ഹോട്ടലിൽ വന്നതാണ്. നമ്മളിപ്പോൾ ഒരു റിസർവ് ഫോറസ്റ്റിൻ്റെ ഉള്ളിൽ കൂടിയാണ് പോകുന്നത്. ഒരു 5 മിനിറ്റിൽ നമ്മൾ നമ്മുടെ കോട്ടേജിലെത്തും. എന്നിട്ട് അവിടെ ചെക്ക് ഇൻ ചെയ്തിട്ട് വേണം ബാക്കിയുള്ള സ്ഥലങ്ങളിലേക്ക് നമുക്ക് പോകാൻ വേണ്ടിയിട്ട്. ഈ ഒരു പൂവ് എന്താണെന്നറിയില്ല, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുള്ളൊരു പൂവാണ്. അപ്പം ഇതാണ് നമ്മുടെ കോട്ടേജ്. നമ്മൾ കോട്ടേജിലെത്തി, ഇനി പോയിട്ട് ചെക്ക് ഇൻ ചെയ്യട്ടെ. ഇത് കോഫി പ്ലാന്റേഷൻ്റെ നടുവിലാണ് നമ്മുടെ ഈ കോട്ടേജൊക്കെ വന്നേക്കുന്നത്. സോ ഇതാണ് നമുക്ക് തന്ന കോട്ടേജ്. ഇവിടെ ഫ്രണ്ടിൽ ഇരിക്കാനുള്ളൊരു സ്പേസൊക്കെ ഉണ്ട്. ശരിക്കും ഒരു കുട്ടി വീട് പോലെ തന്നെ ഉണ്ട്. ജസ്റ്റ് കയറി വരുമ്പോൾ ഡയറക്റ്റ് ബെഡും ഒക്കെ സെറ്റ് ചെയ്ത് വെച്ചേക്കാണ്. ഇവിടെ വാഷ്റൂമുണ്ട്. അത്യാവശ്യം നല്ലൊരു റൂമാണ്, കുറച്ചുകൂടി സ്പേഷ്യസ് ആണ്. സോ ആരെങ്കിലും കൂർഗിലേക്കൊക്കെ വരുന്നുണ്ടെങ്കിൽ ഈ ഒരു കോട്ടേജ് നിങ്ങൾക്ക് നോക്കാൻ ട്രൈ ചെയ്യാം. നല്ലൊരു ഗ്രീനറി, ഒരു ആംബിയൻസ് ഒക്കെ ഉണ്ട്. അപ്പോൾ ഞങ്ങളിപ്പോൾ റെഡി ആയിട്ട് രാജാസ് സീറ്റ് എന്ന് പറഞ്ഞൊരു സ്ഥലത്തേക്ക് പോവുകയാണ്. ഇതാണ് ഞാൻ ഇട്ടേക്കുന്ന ഡ്രസ്സ്. സോ ഇങ്ങനെയാണ് കോട്ടേജസ് വരുന്നത്. ഇതേപോലെ കുറച്ച് എക്സിക്യൂട്ടീവ് റൂംസ് ഉണ്ട്. പിന്നെ അവിടെ ഒരു ഡൈനിങ് ഏരിയ ഉണ്ട്. പിന്നെ പുറത്ത് ഔട്ട്ഡോർ ഒരു ക്യാമ്പ് ഫയറിൻ്റെ ഒക്കെ ഒരു പ്ലേസ് പോലെ ഇവിടെയും ഉണ്ട്. സോ ഇതാണ് ഈ കോഫി പ്ലാന്റേഷൻ്റെ നടുവിൽ വരുന്ന ഒരു ഭാഗമാണിത്. പാമ്പ് പെരുമ്പാമ്പ്.
ഇതാ മേലെ ഒരാൾ ജീപ്പിലേക്ക് ഇങ്ങനെ പോകും. ഞാനൊന്ന് ക്യാമറ വെച്ച് മൈക്കൊന്നും എടുത്തില്ല, അതുകൊണ്ട് എനിക്കിപ്പോൾ ഒന്നും അങ്ങനെ സംസാരിക്കാൻ പറ്റുന്നില്ല. സ്ഥലത്തിനെ പറ്റി എന്താ പറയാനുള്ളത്? നല്ല വ്യൂ ഒക്കെ ഉണ്ട്, സൺസെറ്റ് ഒന്നുമില്ല. സൺസെറ്റ് ഉണ്ടാവും എന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങൾ ഈ ഒരു സ്ഥലത്തേക്ക് വന്നത്. പക്ഷേ എല്ലാം കോട മൂടി, സണ്ണിൻ്റെ വഴിക്ക് പോയി. ഇവിടെ എൻട്രി ടിക്കറ്റ് 20 റുപ്പീസേ ഉള്ളൂ. അത്യാവശ്യം മെയിൻറ്റെയിൻഡ് ആയിട്ടുള്ളൊരു ഗാർഡനും കുറച്ച് ടൈമൊക്കെ സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന പോലെ എല്ലാ സ്ഥലത്തും അവർ ചെയേഴ്സും ഒക്കെ വെച്ചിട്ടുണ്ട്. നല്ല തണുത്ത കാറ്റൊക്കെ ഉണ്ട്. സോ നല്ലൊരു സ്ഥലമാണ്. പക്ഷേ സൺസെറ്റ് കാണാമെന്നുള്ളത് പ്രതീക്ഷിച്ചുകൊണ്ട് വരാൻ പറ്റില്ല എന്നുള്ളൂ. അശ്വിൻ എന്തോ ഒരു കാര്യം പറയാനുണ്ടെന്ന് പറഞ്ഞു. എന്തായിരുന്നു? അശ്വിൻ പറയാൻ പറഞ്ഞു പാർക്കിംഗ് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അപ്പം പാർക്ക് ചെയ്യാനൊക്കെ സ്ഥലം നമ്മളായിട്ട് കണ്ടുപിടിക്കണം. ഇവിടെ പാർക്കിംഗ് ഗ്രൗണ്ടോ അങ്ങനെ ഫെസിലിറ്റീസോ ഒന്നുമില്ല. നമ്മൾ റോഡിൻ്റെ സൈഡിൽ പാർക്ക് ചെയ്യും, അത്രയേ ഉള്ളൂ. ചിലപ്പോൾ പോലീസ് വന്ന് ലോക്കും ചെയ്യും. സോ അത് നോക്കിയും കണ്ട് വരണം. അതൊരു ഇമ്പോർട്ടൻറ്റ് പോയിൻ്റാണ്. മിൽക്ക് ആൻഡ് ഷുഗർ അല്ലേ? അത് നമ്മൾ ഉണ്ടാക്കുന്ന വിധം പോലെ ഉണ്ടാവും. So they gave us the sample. ഈ ഒരു ചുരം പോലെ ഉണ്ട്. ഞങ്ങളുടെ കോട്ടേജിൽ നിന്ന് ഈ ഒരു രാജാസ് സീറ്റ് എന്ന് പറഞ്ഞ ആ ഒരു ലൊക്കേഷനിലേക്ക് ഒരു 30 മിനിറ്റ്സ് ഡ്രൈവ് ഉണ്ടായിരുന്നു. അപ്പോൾ ചെറിയൊരു ചുരം പോലെ. പിന്നെ വരുന്ന സമയത്ത് വലിയ കുഴപ്പമൊന്നുമില്ലായിരുന്നു, എന്നുവെച്ചാൽ നല്ല ലൈറ്റൊക്കെ ഉള്ളതുകൊണ്ട് പ്രശ്നമില്ലായിരുന്നു. ഇപ്പോൾ നോക്കുമ്പോൾ സ്ട്രീറ്റ് ലൈറ്റ്സ് ഒന്നുമില്ല. ഇടയ്ക്കിടയ്ക്ക് ചില ഹോട്ടൽസും അല്ലെങ്കിൽ റെസ്റ്റോറൻറ്റ്സൊക്കെ കാണുന്നുണ്ട്. പക്ഷേ ചില സമയത്ത് നമ്മുടെ കാറിൻ്റെ ലൈറ്റ് മാത്രമേ ഉള്ളൂ. നമ്മളിപ്പോൾ ഡിന്നർ കഴിക്കാൻ കഫേ ലിബ്രിക്ക എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കഫേയിലാണ് വന്നത്. അത്യാവശ്യം ഗൂഗിളിൽ റേറ്റിംഗ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പം റോഡിൻ്റെ അടുത്ത് തന്നെയാണ്, പക്ഷേ നല്ല ആംബിയൻസ് ഒക്കെ ഉണ്ട്. ഇവിടെ ഇരിക്കാം വേണ്ട, നോക്കിയാൽ അവിടെ ഇരിക്കാം. സോ നമ്മളിപ്പോൾ തിരിച്ച് അവക്കാഡോ കോട്ടേജസിലെത്തി. ഇപ്പം ഞാൻ എന്തൊക്കെയാണ് നമ്മൾ കോഫി പൗഡർ, കോഫി ഐറ്റംസ് വാങ്ങിയിട്ടില്ലെന്ന് കാണിച്ചു തരാം. ഇത് നമ്മൾ റോബസ്റ്റ് ഓഫ് കൂർഗ് എന്ന് പറഞ്ഞിട്ട് അവരുടെ ഇത് പ്യുവർ കോഫിയാണ്. ഇതിൽ ചിക്കറി മിക്സ് ഒന്നുമില്ല. ഇത് ഒരു 2 പാക്കറ്റ് വാങ്ങി. ഇത് 250 ഗ്രാംസ് വെച്ചിട്ട്. പിന്നെ നമ്മൾ കുറച്ച് ചോക്ലേറ്റ്സ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഇത് മൺസൂൺ മലബാർ എന്നും പറഞ്ഞിട്ട് ഇത് കോഫി ഫ്ലേവറുള്ള ഡാർക്ക് ചോക്ലേറ്റ് ഇത് വാങ്ങി. പിന്നെ റോസ് ആൻഡ് പിസ്താഷ്യോൻ്റെ വൈറ്റ് ചോക്ലേറ്റ് വാങ്ങി. പിന്നെ മൺസൂൺ മലബാറിൻ്റെ പിന്നെയും ഡാർക്ക് ചോക്ലേറ്റ്. പിന്നെ നമ്മളൊരു ഓറഞ്ചിൻ്റെ ഡാർക്ക് ചോക്ലേറ്റും വാങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ സിവറ്റ് കോഫി പൗഡറും ഒരു 100 ഗ്രാംസ് വാങ്ങി. അത് കുറച്ച് എക്സ്പെൻസീവാണ്, പക്ഷേ 100 ഗ്രാംസ് ഞങ്ങളൊന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് സിവറ്റ് കോഫി പൗഡറും വാങ്ങി. സോ ഇന്ന് അത്രയേ ഉള്ളൂ. നമ്മളൊന്ന് പുറത്തൊക്കെ പോയി. ജസ്റ്റ് ഒരു സ്ഥലം മാത്രമേ കൂർഗിൽ കവർ ചെയ്തിട്ടുള്ളൂ. മോസ്റ്റ്ലി ഈ ഡേ ട്രാവലിങ്ങിന് പോയതുകൊണ്ട് അത്യാവശ്യം കുറച്ച് ടയേർഡായിരുന്നു. ജസ്റ്റ് കുറച്ച് ഷോപ്പിംഗ് ഒക്കെ ചെയ്തു. ഇനിയിപ്പോൾ നാളെ നമുക്ക് ദുബാരെ എലിഫൻറ്റ് ക്യാമ്പും പിന്നെ ഗോൾഡൻ ടെമ്പിളും പോകാനുണ്ട്. അത് കഴിഞ്ഞ് നേരെ നമ്മൾ നാട്ടിലേക്ക് പോവുകയാണ്. സോ ഇനി നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണുന്നവരും ബൈ ബൈ.